എല്ലാവർക്കും നമസ്കാരം. ഗ്രാൻഡ് പ്രൊഡക്ഷൻസ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ടേഴ്സിൻ്റെ പേരിൽ നമ്മൾ നിർമ്മിക്കുന്ന ചിത്രമാണ് പവി കെയർടേക്കർ. അതിൻ്റെ സംവിധായകൻ വിനീത് കുമാർ, അതിൻ്റെ റൈറ്റർ രാജേഷ് രാഘവൻ, അതിൻ്റെ മ്യൂസിക് ഡയറക്ടർ മിഥുൻ മുകുന്ദൻ, നമ്മുടെ സന്തത സഹചാരി ഡയറക്ടറും വലിയ നടനുമായ ജോണി ആൻ്റണി. നമ്മൾ ഈ സിനിമയിൽ ഇതൊരു 100% ഫാമിലി എൻ്റർടൈനർ എന്നാണ് ഞങ്ങൾ പറയുന്നത്. ബാക്കിയെല്ലാം നിങ്ങളാണ് വിലയിരുത്തേണ്ടത്. ഇതിൽ മറ്റൊരുപാട് താരങ്ങളുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന അന്യഭാഷയിലൊക്കെയാണ് ഏറ്റവും കൂടുതൽ അവിടെ നായികയായി തുടങ്ങി ഇന്ന് ശക്തമായ കഥാപാത്രങ്ങൾ ചെയ്യുന്ന നമ്മുടെ പ്രിയപ്പെട്ട രാധിക ശരത്കുമാർ. ഇപ്പോൾ ഇലക്ഷനും രാധിക ചേച്ചി കാൻഡിഡേറ്റ് ആയതുകൊണ്ടൊക്കെയാണ് ഇങ്ങോട്ട് പ്രൊമോഷൻ ഒന്നും വരാതിരുന്നത്. ഞാനും രാധിക ചേച്ചിയും ഇതിനുമുമ്പ് രാമലീല എന്ന് പറഞ്ഞ സിനിമയിലാണ് അമ്മയും മകനുമായിട്ട് അഭിനയിച്ചത്. അതിനുശേഷം ഇതിൽ വളരെ ശക്തമായിട്ടുള്ള SI മറിയാമ്മ എന്ന വേഷം ചെയ്യുന്നത് രാധിക ചേച്ചിയാണ്. അതുപോലെ ധർമ്മജൻ. പിന്നെ ഇതിൽ 5 പുതിയ നായികമാരുണ്ട്. അവരൊക്കെ നിങ്ങൾക്ക് ഇപ്പം അടുത്ത ദിവസം ഏപ്രിൽ 26 സിനിമ റിലീസാവാൻ പോവുകയാണ്. ആ സിനിമയിലൂടെ നിങ്ങൾക്ക് പരിചയപ്പെടാം. പിന്നെ ഇനി ചോദിക്കാനുള്ളത്, അതോ ഇവരൊക്കെ സംസാരിച്ചിട്ട് മതിയോ? എങ്ങനെയാണെങ്കിലും ഇതില് നമ്മൾ പരിചയപ്പെടുത്തുന്ന 2 പുതുമുഖങ്ങൾ വേറെയുണ്ട്. ഒന്ന് ഒരു മരപ്പട്ടിയാണ്, പിന്നെ ഒന്ന് ബ്രോ എന്ന് പറയുന്ന, ഞങ്ങൾ ബ്രോ എന്നാണ് അതിനെ പേരിട്ട് കൊടുക്കുന്നത്. കാരണം ഈ പവിത്രൻ എന്ന് പറയുന്ന കഥാപാത്രത്തിൻ്റെ ഒരു കൂടപ്പുറത്താണ്. അയാളുടെ സന്തത സഹചാരിയാണ് വേറൊരു നായ്ക്കുട്ടി. അത് ആദ്യം മുതൽ അവസാനം വരെ നമ്മുടെ കൂടെ തന്നെ യാത്ര ചെയ്യുന്ന ഒരു കഥാപാത്രമാണ്. എനിക്ക് തോന്നുന്നത് CID മൂസ, റിംഗ് മാസ്റ്റർ, ശൃംഗാരവേലൻ എന്ന സിനിമകൾക്ക് ശേഷം നമ്മുടെ ഒരു സിനിമയിലൊരു നായ്ക്കുട്ടി ത്രൂ ഔട്ട് വരിക, അത് അതിൻ്റെ കുസൃതികളും കാര്യങ്ങളും. അപ്പം ഇത് ഈ കുടുംബ പ്രേക്ഷകരെന്ന് പറയുമ്പോൾ കൊച്ചു കുട്ടികൾ മുതൽ എല്ലാവരെയും മനസ്സിൽ കണ്ടിട്ട് തന്നെയാണ് ഇതൊരു ഫാമിലി എൻ്റർടൈനർ എന്ന് പറയുന്നത്. കാരണം നമ്മളെല്ലാവരും ഒരു കുടുംബത്തിലെ അംഗങ്ങളാണ്. നമുക്കെല്ലാവർക്കും ഒരു കുടുംബമുള്ളതാണ്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്നാണ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിൽ നിന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത് ദിലീപ് എൻ്റർടൈൻമെൻ്റ് ആണ്, ദിലീപിൻ്റെ എൻ്റർടൈൻമെൻറ്റ് സിനിമകൾ എന്ന് പറയുന്നത് നിങ്ങളെ മുന്നിൽ കണ്ടു തന്നെയാണ് ഈ സിനിമ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിൽ പാട്ടുണ്ട്, തമാശകൾ, കൊച്ചു സങ്കടങ്ങൾ എന്നൊക്കെ പറയുന്ന 10-18 വർഷം ഗൾഫിലുണ്ടായിരുന്ന പവിത്രൻ എന്ന് പറയുന്ന ഒരാൾ നാട്ടിൽ വന്ന് ഒരു ആഡംബര ഫ്ലാറ്റിൻ്റെ കെയർടേക്കറും നൈറ്റിൽ സെക്യൂരിറ്റി ഒക്കെ ആയിട്ടുള്ള അയാളുടെ ജീവിതമാണ് പവി കെയർടേക്കറിലൂടെ നമ്മൾ പറയുന്നത്. അപ്പം ഇതിൻ്റെ വിശേഷങ്ങൾ ജനങ്ങളിലേക്ക് നന്നായി എത്തിക്കുക, ഈ സിനിമ നന്നായിട്ട് പ്രൊമോട്ട് ചെയ്യുക. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ കൂടിയിരിക്കുന്നത്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം.